Hello, fashion lovers. Welcome to Be with GJ podcast. നല്ല ഡ്രസ്സ് കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഫാഷൻ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഫാഷൻ മീറ്റ്സ് ആക്സസറീസ്. യെസ്, നമ്മുടെ ഫാഷൻ്റെ മെയിൻ ഘടകമായിട്ടുള്ളൊരു കാര്യമാണ് ആക്സസറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ജ്വല്ലറീസ് മാത്രമാണ്, അല്ല. ആക്സസറീസ് എന്ന് പറയുന്നത് ജ്വല്ലറീസ് അതിൽ ഉൾപ്പെടും, നമ്മൾ വെയർ ചെയ്യുന്ന ഷൂസ് അതിലുൾപ്പെടും, ഐ മീൻ ചപ്പൽ, ഓക്കെ, ഫുഡ് വെയർ, ഓക്കെ, യെസ്, ഫുഡ് വെയർ, നമ്മൾ വെയർ ചെയ്യുന്ന ഫുഡ് വെയർ അതിന് ഘടകമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബാഗ്, ഈവൻ ബോട്ടിൽ, നമ്മുടെ ഫോൺ കേസ്, ഫാഷൻ്റെ അങ്ങ് തലത്തിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആക്സസറീസ് എത്രത്തോളം നമ്മൾ ചെയ്യുന്നോ, പ്രോപ്പർലി ചെയ്യുന്നോ, അത്രത്തോളം നമ്മുടെ ഫാഷൻ അമേസിങ് ആയിട്ടിരിക്കും. അപ്പോഴായിരിക്കും അതിന് എന്ത് ഡ്രസ്സും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചേരുന്ന കളറായിരിക്കാം, ചേരാത്ത കളറായിരിക്കാം, നിങ്ങൾ യൂഷ്വലി അത് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ആയിരിക്കില്ല. മേ ബി നിങ്ങൾ വിചാരിക്കുന്നു അത് എന്നെ നന്നാക്കുന്നില്ല, അതൊരു ഓക്കെ ആക്കുന്ന ഒരു ലുക്ക് തരുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നന്നായിട്ട് ആക്സസറൈസ് ചെയ്തിട്ട് അത് സ്റ്റൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സിനെ ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ഓഫ് ലുക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്യൂട്ടി മീൻസ് ഇല്ലെങ്കിൽ ഫാഷൻ മീൻസ് ഇറ്റ്സ് നോട്ട് മീൻസ് ലൈക്ക് ഓക്കെ നിങ്ങളെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി ബ്യൂട്ടിഫുൾ മീൻസ് എല്ലാവരും ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, അല്ലാണ്ട് നമ്മളൊരു നല്ല ചേരുന്ന ഡ്രസ്സ് ഇട്ടാൽ മാത്രമേ, ഇല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കിൻ ടോൺ ഒന്നും ബ്രൈറ്റൻ അപ്പ് ആക്കുന്ന കളർ ടോൺ ഇട്ടാൽ മാത്രമേ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുള്ളൂ, സുന്ദരന്മാരായിട്ടിരിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ട്രൈ ഈച്ച് ആൻഡ് എവറി കളർ. കാരണം ഇപ്പോൾ നമ്മളുടെ റെയിൻബോ കളേഴ്സ് അല്ലെങ്കിൽ കളർ തിയറിയിലുള്ള എല്ലാ കളേഴ്സും എല്ലാവർക്കും ചേരും, പക്ഷേ ഡിഫറെൻറ്റ് ടോണിലായിരിക്കണം. അണ്ടർ ടോൺ ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, കളർ പാലറ്റ് ചൂസ് ചെയ്യാൻ ഫോർ യുവർ ഫാഷൻ. അല്ലാണ്ട് നമുക്കിപ്പോൾ ഞാൻ ഡാർക്കർ ആയതുകൊണ്ട് എനിക്ക് യെല്ലോ ചേരില്ല, അങ്ങനെയല്ല. യെല്ലോയിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് യെല്ലോസ് ഉണ്ട്, ഓറഞ്ചിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓറഞ്ചസ് ഉണ്ട്. സോ എല്ലാ കളേഴ്സും എല്ലാവർക്കും സ്യൂട്ടബിൾ ആണ്, ബട്ട് അതിൻ്റെ ഷെയ്ഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളത് മാത്രം. സോ കം ടു ദ പോയിന്റ്. ഓക്കെ, നിങ്ങൾ ആക്സസറൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒന്നുകൂടി എൻഹാൻസ് ആവുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് പറയാറില്ലേ, ഈ ഡ്രസ്സ് കണ്ടിട്ട് എന്തോ ഒരു വശപ്പശക്ക്, ഒന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലെ തോന്നുന്നുണ്ട്, വീട്ടിലിരുന്ന ഡ്രസ്സാണോ എന്ന് തോന്നുന്നുണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു ഒക്കേഷനിൽ ഒഴിഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും അയ്യോ പുതിയ ഡ്രസ്സില്ല, ഒരു പാർട്ടിക്ക് പോവാണ്, പക്ഷെ നമുക്കൊരു ജിൽബില്ലായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സില്ല. നോ വറീസ്, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഡ്രസ്സിനെ ആക്സസറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പാർട്ടി മെത്തേഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നിങ്ങൾ ആക്സസറൈസ് ചെയ്യുമ്പോൾ അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും, ആ പാർട്ടിയിലെ ഒരു ഐക്കണായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയും. അതാണ് ഫാഷൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ, സ്പെഷ്യലി ആക്സസറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിൽ ഞാൻ ഇതിനെ ഒന്ന് പോപ്പപ്പ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇയർ റിംഗ് ആണ്. ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് ലാർജ്. എൻ്റെ ഫേസിന് ഒത്തിരി ലാർജ് അല്ല, പക്ഷേ ഈ ഡ്രസ്സിന് അത്യാവശ്യം എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലെവൽ ഓഫ് ഇയർ റിംഗ്സ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ദർ ഇസ് നത്തിങ് ടു. ഞാൻ ഒരു നെക്ക് പീസോ ഒന്നും വെയർ ചെയ്തിട്ടില്ല. ആൻഡ് എൻ്റെത് അത്യാവശ്യം സ്ലീക്ക് ലുക്കിലാണ് ഇരിക്കുന്നത്. ആൻഡ് യെസ്, ഓഫ് കോഴ്സ് ഐ വോർ എ വാച്ച്. ഞാൻ താഴേക്ക് ഈ വാച്ചും ഈ ഒരു അക്സസറീസും കൊടുക്കാനുള്ള റീസൺ ബിക്കോസ് എൻ്റെ ഇത്രയും ഭാഗം പ്ലെയിൻ ആണ്. ഞാൻ നെക്ക് ചെയിൻ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഡ്രസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആണ്. ഐ ഡിഡ്ന്റ് വോർ എനി കൈൻഡ് ഓഫ് ബെൽറ്റ് ആൻഡ് ഓൾ. സോ ഇവിടെ ഈ ഒരു അപ്പർ ഏരിയ ബാലൻസ് ചെയ്യാനാണ് ഞാൻ ലോവർ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ കൂടെ നമ്മളൊരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ള ഒരു ചപ്പൽ കൂടി യൂസ് ചെയ്യണമെങ്കിൽ ദാറ്റ്സ് ഗോണ ബി പെർഫെക്റ്റ്. ഓക്കെ, ഇനി ഇത് തന്നെ നിങ്ങളുടേതായ രീതിയിൽ ഡിഫറെന്റ് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. അല്ലാതെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. നിങ്ങളിവിടെ കുറച്ച് മിനിമൽ ആയിട്ട് കൊടുത്തിട്ട് താഴേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാം. യു ക്യാൻ വെയർ ബെൽറ്റ് ആസ് യുവർ വിഷ്. എൻ്റെ പ്രീവിയസ് പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എഴുതി വെച്ചിരിക്കുന്ന തിയറി ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. യാർ ബോഡി, യാർ വിഷ്, യാർ കംഫർട്ട്. എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും വെറൈറ്റി ആയിട്ടുള്ള ബെൽറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബേസിക് ആയിട്ടുള്ള ഒരു ബെൽറ്റ്, ഒരു ബ്ലാക്ക് എപ്പോഴും കയ്യിൽ വെക്കുക. ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ള ഒരു ബെൽറ്റ് കയ്യിൽ ഉണ്ടാവുക. പിന്നെ കുറച്ചൊന്നൊരു ബ്രോഡായിട്ട് അത്യാവശ്യം വീതിയുള്ള ഒരു കൈൻഡ് ഓഫ് ഏതെങ്കിലും ഒരു ഫാഷനബിൾ ബെൽറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് കമ്പൾസറി ആണ്. ആൻഡ് സെക്കൻഡ് തിങ്, ചപ്പലിനാണെന്നുണ്ടെങ്കിലും ഒരു ഹീൽസ്, ഒരു ഫ്ലാറ്റ്, ഒരു ഷൂസ്, ഇറ്റ്സ് എ കമ്പൾസറി. ആൻഡ് തേർഡ് തിങ്,
ആക്സസറീസ് ഒരു കുഞ്ഞ് ഡയമണ്ട് പോലുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു സ്റ്റഡ് പോലുള്ള എന്തെങ്കിലും യൂസ് ചെയ്യുക. അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ടുള്ള 1-2 പീസ് എടുക്കുക, ഡിഫറെന്റ് പീസസ് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ വെയറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റൈലിലേക്ക് വരുമ്പോഴത്തേനും യൂസ് ചെയ്യാൻ പറ്റുന്ന 1-2. ഞാൻ ഒത്തിരി കാശ് ചെലവാക്കി സ്റ്റൈൽ ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ല, അതുകൊണ്ടാണ് 1-2 മതി എന്ന് പറയുന്നത്. നമുക്ക് മറ്റുള്ളതിലേക്ക് പെയർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ആൻഡ് സെക്കൻഡ്, യെസ് ഓഫ് കോഴ്സ് എല്ലാവരുടെയും കയ്യിൽ വാച്ചസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഒരു കട ഓക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് കമ്പൽസറി ആണ്. ഞാനിതൊന്നും ഒരുമിച്ച് മേടിക്കാനല്ല പറയുന്നത്, ഗ്രാജുവലി മേടിക്കുക. യു ക്യാൻ മേക്ക് യുവർ ഓൺ സ്റ്റൈൽ അമേസിംഗ്ലി. യു ക്യാൻ ഗെറ്റ് ലോട്ട്സ് ഓഫ് ഫാഷനബിൾ തിങ്സ് ത്രൂ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ, എവറിത്തിങ്. എല്ലാ സ്ഥലത്തും ഉണ്ട്, ഇപ്പം അവൈലബിൾ ആണ്. സോ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്റ്റൈലിനെ എങ്ങനെ ചാറ്റ് GPT ചെയ്ത് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് ഒരു ഡ്രസ്സ്, നിങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സ് നിങ്ങൾ ഇട്ടിട്ട് ഒരു പിക്ക് അയച്ചിട്ട് ഇതിനെങ്ങനെ എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ പിക്ചർ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇടാൻ വേണ്ട, എൻ്റെ കയ്യിലൊരു പ്ലെയിൻ ടീഷർട്ട് ഉണ്ട്, ഇങ്ങനൊരു പാൻ്റ് ഉണ്ട്, ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യും. എൻ്റെ കയ്യിലൊരു പ്ലെയിൻ ഇന്ന കളറിലുള്ള ഒരു ബോഡിക്കോൺ ഉണ്ട്, ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യും. സിമ്പിൾ. എൻ്റെ കയ്യിൽ ഇതുപോലൊരു കുർത്തിയുണ്ട്, ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്സസറീസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് തന്നെ അലമാരയിൽ പോയിട്ട് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുക്കുക. ഐ മീൻ ഇഷ്ടമല്ലാതെ വെച്ചിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഡ്രസ്സ് എടുക്കുക, ആക്സസറീസ് ചെയ്യുക, സ്റ്റൈൽ ചെയ്യുക. അത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയി എന്നുള്ളത് മറ്റുള്ളവർ നിങ്ങളടുത്ത് പറയും. സോ അടുത്ത ടോപ്പിക്കിൽ കാണുന്നതുവരെയും ചിൽ ദാൻ ബൈ ഫ്രം GJ.